ഗവാസ്കറുടെ മുടിവെട്ടിയ സംഭവം പോലെ മറ്റൊരു സംഭവം കൂടിയുണ്ട്. ഇയാൻ ബോധവും അലൻ ലാംബും ഇംഗ്ലീഷ് താരങ്ങളായ ഇവർ രണ്ടുപേരും ഉൾപ്പെട്ട ഒരു മൊബൈൽ ഫോൺ ഇൻസിഡന്റ്. ഇന്നത്തെ കാലത്ത് ഗ്രൗണ്ടിൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ലെന്ന നിയമങ്ങളുണ്ട്, കർശനമായ നിയമങ്ങളുണ്ട് നമുക്കറിയാം. എന്നാൽ 80കളിൽ ഇംഗ്ലീഷ് സ്റ്റാർ ബാറ്റ്സ്മാനായിരുന്ന അലൻ ലാംബ് ഒരു മത്സരത്തിനിടെ ഒരു ഹാൻഡ് ഫോണുമായിട്ടാണ് അന്ന് കളിക്കാൻ ഇറങ്ങിയത്. ബേർഡ് ആയിരുന്നു അമ്പയർ. ലാംബിന്റെ നിരന്തരമായ ആവശ്യമായതോടെ ബേർഡ് ആ ഹാൻഡ് ഫോൺ പോക്കറ്റിൽ വെക്കാൻ അനുവദിക്കുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ ഫോണിങ്ങിന് റിങ് ചെയ്യാൻ തുടങ്ങുകയാണ്. അതോടെ ഏറെ ഇറിറ്റേറ്റഡ് ആയ അമ്പയറായ ബേർഡ് ആ ഫോണിങ് പിടിച്ചു വാങ്ങുന്നു. അപ്പുറത്തു നിന്നും സംസാരിക്കുന്നത്, ഫോൺ ചെയ്തിരിക്കുന്നത് ടീം അംഗമായ ഇയാൻ ബോധമാണ്. ബേർഡ് ആ ഫോൺ എടുത്ത് പറയുന്നു, ദിസ് ഈസ് ഡിക്കി ബേർഡ്. അപ്പുറത്തു നിന്നും ഇയാൻ ബോധമിന്റെ മറുപടിയും വരുന്നു, ദിസ് ഈസ് ഇയാൻ ബോധം, ടെൽ ദാറ്റ് ഫെലോ ലാംബ് ടു എയ്തർ ഹിറ്റ് ഓർ ഗെറ്റ് ഔട്ട്. അതുവരെയും തട്ടിമുട്ടി കളിക്കുകയായിരുന്ന ലാംബിന് ക്യാപ്റ്റന്റെ നിർദ്ദേശമായിരുന്നത് ഒന്നുകിൽ ഔട്ടായി പോവുക അല്ലെങ്കിൽ അടിച്ച് കളിക്കുക. ആ ഫോൺ അറ്റൻഡ് ചെയ്തതാവട്ടെ ഡിക്കി ബേർഡും. അതുപോലെ മറ്റൊരു സംഭവം, ഒരിക്കൽ ഓൾഡ് ട്രാഫോർഡിൽ ഇംഗ്ലണ്ടും വിൻഡീസും തമ്മിലുള്ള ടെസ്റ്റിനിടയിൽ ടോയ്ലറ്റിൽ പോകാനായി ആ മത്സരം കുറച്ചു നേരത്തേക്ക് നിർത്തിവെപ്പിച്ച ചരിത്രവുമുണ്ട് ഡിക്കി ബേർഡിന്. അന്ന് അദ്ദേഹം കളിക്കാരോട് സോറി പറഞ്ഞുകൊണ്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു തീരും വരെ കാണികളുടെ ആരവമായിരുന്നു. ആരാധകർ അതിനൊരു ഫണ്ണി ഇൻസിഡന്റ് ആയിട്ടായിരുന്നു ആ സമയത്ത് എടുത്തത്. 80കളിൽ ഒരു മത്സരത്തിനിടെ ലോർഡ്സ് ഗ്രൗണ്ടിൽ ബോംബ് ഭീഷണിയുള്ളതായി വിവരം കിട്ടി. അധികൃതർ ആ ഗ്രൗണ്ടെല്ലാം പരിശോധിക്കാനായി കളിക്കാരെയും കാണികളെയും ഒക്കെ ഗ്രൗണ്ടിൽ നിന്നും ഒഴിപ്പിച്ചപ്പോൾ ഗ്രൗണ്ടിൽ നിന്നും മാറാതെ അധികൃതർക്കൊപ്പം പരിശോധനകളിൽ ഏർപ്പെട്ട ചരിത്രവുമുണ്ട് ഡിക്കി ബേർഡിന്.